ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയിലെ ടു പോർട്ട് നെറ്റ്വർക്കിൽ ഇന്റർ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്. ഇപ്പം ടു പോർട്ട് അനാലിസിസിൽ ആ മോഡ്യൂൾ സിലബസിനകത്ത് ഇന്റർ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നോർമലി അതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. അതുപോലെ 5 മാർക്സിന് അതിൻ്റെ തിയറിയും ചോദിക്കാറുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ ഇന്റർ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇന്റർ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക് ബേസിക്കലി 4 ടൈപ്സ് ഓഫ് ഇന്റർ കണക്ഷൻസ് ആണ് ടു പോർട്ട് നെറ്റ്വർക്കിന്റെ കേസിലുള്ളത്. ഫസ്റ്റ് വൺ സീരീസ് കണക്ഷൻ, second one parallel connection, third one series parallel connection, and fourth one cascade connection. അങ്ങനെ ബേസിക്കലി ഈ 4 കണക്ഷൻസ് ആണ്, ഇന്റർ കണക്ഷൻസ് ആണ് ഉള്ളത്. ഇപ്പൊ ഇന്റർ കണക്ഷൻ മീൻസ് ഇപ്പം ടു പോർട്സിന്റെ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് കാണും, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലൽ കണക്ഷൻ ഉണ്ട്, സീരീസ് പാരലൽ കോമ്പിനേഷൻ ഉണ്ട്, അതുപോലെ കാസ്കേഡ് കണക്ഷൻ ഉണ്ട്. ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിന്റെ പ്രോബ്ലംസ് ചോദിക്കും. ഇപ്പൊ ഇന്റർ കണക്ഷൻസ് അറിഞ്ഞെങ്കിലേ ആ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇന്റർ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഇന്റർ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്. ഫസ്റ്റ് സീരീസ് കണക്ഷനാണ് പറയുന്നത്. സീരീസ് കണക്ഷൻ ഇപ്പൊ 2 നെറ്റ്വർക്ക്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് നെറ്റ്വർക്കിന് എൻ എ എന്ന് കൊടുക്കണം. നെറ്റ്വർക്ക് എ ആണ്, എൻ എ. സെക്കൻഡ് നെറ്റ്വർക്ക് എൻ ബി. ഓക്കെ, 2 നെറ്റ്വർക്ക് ടു പോർട്ട് നെറ്റ്വർക്ക്സ് ആണ്. ഒന്ന് ഫസ്റ്റ് എൻ എ ആൻഡ് സെക്കൻഡ് എൻ ബി. അതിനകത്ത് സീരീസ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഇതിനെന്ത് കാണും, 2 ടെർമിനൽസ് കാണും. അതായത് ഒരു പോർട്ട്, ഇവിടെയും 2 ടെർമിനൽസ്, 1 പോർട്ട്. ഇതിന്റെ കേസിൽ ടു പോർട്ട് നെറ്റ്വർക്ക് ആണ്. അപ്പൊ 4 ടെർമിനൽസ് കാണും. അതിൽ സീരീസ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് എ ഇല്ലേ, അതിന്റെ ഇൻപുട്ടും കൂടി ഇതുപോലെ കണക്ട് ചെയ്യും, ഔട്ട്പുട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യും. അതിനുശേഷം ബാക്കി റിമൈനിങ് ഉണ്ടല്ലോ ടെർമിനൽസ്, ഈ രീതി കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നെറ്റ്വർക്ക് എൻ എ ഉണ്ട്, ഒരു നെറ്റ്വർക്ക് എൻ ബി ഉണ്ട്. അപ്പൊ അതിനകത്ത് ടു പോർട്ട് നെറ്റ്വർക്ക് ആണ്. അപ്പൊ 4 ടെർമിനൽസ് വരും. ആ ഇൻപുട്ട് ടെർമിനലിന് ഈ രീതിയിൽ കണക്ട് ചെയ്യും, ഔട്ട്പുട്ട് ടെർമിനലിനും ഈ രീതിയിൽ കണക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന കണക്ഷനെയാണ് വി കോൾഡ് ആസ് സീരീസ് കണക്ഷൻ. അപ്പൊ ഈ സീരീസ് കണക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇസഡ് പാരാമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്തോണം, ഇസഡ് പാരാമീറ്റേഴ്സ്. വി യൂസ് ഇസഡ് പാരാമീറ്റേഴ്സ് ആണ്. ഇപ്പം ഈ നെറ്റ്വർക്ക് എ ഉണ്ടല്ലോ, അതിന്റെ നമ്മൾ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് എ എന്നാണ്. അതുപോലെ നെറ്റ്വർക്ക് ബിന്റെ ഇസഡ് പാരാമീറ്റർ റെപ്രസെന്റ് ബൈ ഇസഡ് ബി ആണ്. ഓക്കെ, ഇപ്പൊ നോർമലി ഈ ഒരു നെറ്റ്വർക്കിന്റെ ഇസഡ് പാരാമീറ്റർ എങ്ങനെയായിരിക്കും വരേണ്ടത്? നമ്മൾ നോർമൽ കേസിൽ ഒരു ഒറ്റ സർക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒറ്റ നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇസഡ് പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസഡ് പാരാമീറ്റർ മെട്രിക്സ് വരുന്നത് Z11, Z12, Z21, Z22 ആണ്. ദിസ് മെട്രിക്സ് വി കോൾഡ് ആസ് ഇസഡ് പാരാമീറ്റർ മെട്രിക്സ്. അപ്പൊ ഇതിന്റെ കേസിൽ ഈ സീരീസ് കണക്ഷന്റെ ഓവറോൾ ഇസഡ് പാരാമീറ്റർ, അതായത് Z11, Z12, Z21, Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഇതിന്റെ ഞാൻ പറഞ്ഞ് ജനറൽ ആയിട്ട് നമ്മൾ മൊത്തം കൂടെ ചേർത്തിട്ടാണ് ആ മെട്രിക്സിനെ ഇസഡ് എന്ന് റെപ്രസെന്റ് ചെയ്തു, ഈ സെക്കൻഡ് നെറ്റ്വർക്കിന്റെ ഇസഡ് ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഓവറോൾ അല്ലെങ്കിൽ ഇസഡ് പാരാമീറ്റർ അല്ലേ, ഇസഡ് പാരാമീറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇതിന്റെ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒറ്റ നെറ്റ്വർക്ക്, നാല് ടെർമിനൽസ്, 2 പോർട്ട്, ഇതിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. ഇസഡ് എ പ്ലസ് ഇസഡ് ബി എന്ന് എഴുതാൻ പറ്റും.
Okay, this is the overall Z parameter of this series interconnected network. Okay, sum of ZA plus ZB എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് എഴുതാൻ പറ്റും? Z11A പ്ലസ് Z11B. ഈ Z മെട്രിക്സിന്റെ ഫസ്റ്റ് ഇപ്പൊ ഇതിന്റെ ഇതുപോലെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? Z11A, Z12A, Z21A, Z22A. ഓക്കെ, ZB ന്റെ എങ്ങനെ വരും? Z11B, Z12B, Z21B, Z22B. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സം ആയിട്ട് വരും എന്നാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമുക്ക് Z11 എന്ന് വെച്ചാൽ ഈ ഓവറോൾ എന്ന് വെച്ചാൽ എന്തായിട്ട് എഴുതാം? ഈ കറസ്പോണ്ടിങ് Z11Aയും Z11Bയും കൂടെ ആഡ് ചെയ്ത്. സിമിലർലി Z12 ഈക്വൽ ടു എന്ത് വരും? Z12A പ്ലസ് Z12B. നെക്സ്റ്റ് Z21 ഈക്വൽ ടു Z21A പ്ലസ് Z21B. സിമിലർലി Z22 ഈക്വൽ ടു Z22A പ്ലസ് Z22B. ഇതാണ് അതിന്റെ ഓവറോൾ സിസ്റ്റത്തിന്റെ സീരീസ് കണക്റ്റഡ് സിസ്റ്റത്തിന്റെ ഓവറോൾ Z പാരാമീറ്റർ ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ സീരീസ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ കൊടുക്കുന്നതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി സീരീസ് കണക്ഷൻ വരുമ്പോഴത്തേക്ക് Z പാരാമീറ്റർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. Z പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓവറോൾ Z പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നെറ്റ്വർക്ക് എയുടെ Z പാരാമീറ്റർ ZA ആണെന്നും അതുപോലെ നെറ്റ്വർക്ക് ബിയുടെ ZB ആണെങ്കിൽ അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ഓവറോൾ സിസ്റ്റത്തിന്റെ ഇന്റർകണക്റ്റഡ് സിസ്റ്റത്തിന്റെ ഓവറോൾ Z പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പാരലൽ കണക്ഷനിലേക്ക് പോവാം. സെക്കൻഡ് കണക്ഷൻ, പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ അതുപോലെ രണ്ട് നെറ്റ്വർക്ക് ഞാൻ വരയ്ക്കുകയാണ്. ഫസ്റ്റ് നെറ്റ്വർക്ക് A, സെക്കൻഡ് നെറ്റ്വർക്ക് B, നെറ്റ്വർക്ക് A, നെറ്റ്വർക്ക് B. ഓക്കെ, ഇതിനകത്ത് രണ്ട് ടെർമിനൽസ് കാണും. ഇതിന്റെ കേസിൽ രണ്ട് ടെർമിനൽസ് ഉണ്ട്, ഔട്ട്പുട്ടിലും രണ്ട് ടെർമിനൽസ് ഉണ്ട്, ഇതിന്റെ കേസിലും രണ്ട് ടെർമിനൽസ് ഉണ്ട്. 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഇതിനകത്ത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ നമുക്ക് അറിയാം, പാരലൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാരലായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ കൺസെപ്റ്റ് എന്നാ വരുന്നത്? ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്യാണ്. ഈ ഇൻപുട്ട് ഇങ്ങനെ പാരലായിട്ട് വരും, അടുത്തത് ഇങ്ങനെ കൊടുക്കും, പാരലായിട്ട് കൊടുക്കും. ഔട്ട്പുട്ടും സിമിലർലി പാരലായിട്ട് കൊടുക്കും. ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും, ഇതിന്റെ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ പാരലൽ കണക്ഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് കണക്ഷന് നമ്മൾ യൂസ് ചെയ്തത് Z പാരാമീറ്റർ ആയിരുന്നു. അതുപോലെ പാരലൽ കണക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് Y പാരാമീറ്റർ ആയിരിക്കും. കാരണം അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ് Y എന്ന് പറയുന്നത്. ഓക്കെ, Y പാരാമീറ്റർ ആയിരിക്കും. വി യൂസ് Y പാരാമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ നെറ്റ്വർക്ക് എന് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് YA മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇതിൻ്റെത് YB മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഓവറോൾ എങ്ങനെയായിട്ടും വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിട്ട് വരും. ഓക്കെ, അതായത് ഇതിന്റെ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പോർട്ടായിട്ട് നമ്മൾ കണക്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് YA പ്ലസ് YB ആയിരിക്കും അതിന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പാരലൽ കണക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ Y പാരാമീറ്റർ നോർമലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് എയുടെ നമ്മൾ Y പാരാമീറ്റർ Y എന്ന് റെപ്രസെന്റ് ചെയ്തു, നെറ്റ്വർക്ക് ബിയുടേത് YB എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് YA പ്ലസ് YB. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്ത പോലെ എഴുതാം. ഓവറോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Y11, Y12, Y21, Y22 ആണ്. ഓക്കെ, Y പാരാമീറ്റർ മെട്രിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇത് രണ്ടും കൂടെ സം ആയിട്ട് വരും. അതായത് വൈയുടെ നമ്മൾ എഴുതുക, വൈയുടെ എന്ന് വെച്ചാൽ Y11A, Y12A, Y21A, Y22A. ഇത് YA മെട്രിക്സ് അല്ല, ഈ YA മെട്രിക്സ്. ഓക്കെ, ഇനി പ്ലസ് എന്തായിട്ട് വരും? YB മെട്രിക്സ്. YB എന്ന് വെച്ച് കഴിഞ്ഞാൽ Y11B, Y12B, Y21B, Y22B. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വലന്റ് എന്തായിട്ട് വരും? നേരത്തെ ചെയ്ത പോലെ അതിന്റെ സം ആയിട്ട് വരും. ഓക്കെ, ഇതിന്റെ സം ആയിട്ട് വരും. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ പോലെ എഴുതുകയാണ്, നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണ്. ദാറ്റ് ഈസ് Y11 ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ആസ് Y11A പ്ലസ് Y11B. സിമിലർലി Y12 ഈക്വൽ ടു Y12A
plus y12b, y21 equal to y21a plus y21b, y22 equal to y22a plus y22b. Okay, this is the parallel connection. ഇപ്പോൾ പ്രോബ്ലത്തിനകത്ത് ഇങ്ങനത്തുള്ള കണക്ഷൻസ് വരും 2 പോർട്ടിൻ്റെ. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ y പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വലന്റ് y എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എയുടെ y പാരാമീറ്ററും ബിയുടെ y പാരാമീറ്ററും കൂടെ ആഡ് ചെയ്തെടുത്താൽ മതി. അതാണ് ഇക്വലന്റ് ആ നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റർ, y പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, we move on to series parallel connection. Series parallel connection. Third interconnection ആണ് series parallel connection. ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിപ്പോൾ സീരീസ് കണക്ഷൻ ആണ്, ഇത് പാരലൽ കണക്ഷൻ ആണ്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരും. കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡ് സീരീസ് ആയിരിക്കും, ഔട്ട്പുട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. അതാണ് സീരീസ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഡ്രോ ചെയ്യാം സീരീസ് പാരലൽ കണക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് നെറ്റ്വർക്ക് NA നെറ്റ്വർക്ക് എ, സെക്കൻഡ് നെറ്റ്വർക്ക് ബി, രണ്ട് ടെർമിനൽസ്, ഇവിടെയും രണ്ട് ടെർമിനൽസ്, ഇതിന്റെ കേസിൽ ഔട്ട്പുട്ടിലും ടെർമിനൽസ്. ഓക്കെ, അപ്പം ഇൻപുട്ട് സൈഡ് നമ്മൾ സീരീസ് പോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഔട്ട്പുട്ട് സൈഡ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഔട്ട്പുട്ട് സൈഡ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഈ ഇന്റർ കണക്ഷനെയാണ് നമ്മൾ സീരീസ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഈസ് കണക്ടഡ് ഇൻ സീരീസ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കണക്ടഡ് ഇൻ പാരലൽ. സീരീസ് പാരലൽ കണക്ഷൻ. ഇപ്പൊ സീരീസ് പാരലൽ കണക്ഷനിലാണ് നമ്മൾ നോർമലി H പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. സീരീസ് പാരലൽ കണക്ഷനാണ് H പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ നെറ്റ്വർക്ക് എയുടെ പാരാമീറ്റർ ഞാൻ H ഹൈബ്രിഡ് HA എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇതിൻ്റെത് HB എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇത് HA എന്ന് റെപ്രസെന്റ് ചെയ്തു, HB എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഇതായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ജസ്റ്റ് എന്തായിരിക്കും, ഇതിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് HA പ്ലസ് HB ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റിന്റെ നമുക്ക് ZA പ്ലസ് ZB എന്ന് എഴുതായിരുന്നു. ഓവറോള് പാരലൽ വന്നപ്പോഴത്തേക്ക് YA പ്ലസ് YB എന്ന് എഴുതായിരുന്നു. അതുപോലെ സീരീസ് പാരലൽ കണക്ഷൻ നമ്മൾ H പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HA പ്ലസ് HB ആണ്. സപ്പോസ് ഇതിന്റെ H പാരാമീറ്റർ H11, H12, H21, H22 എന്ന് വെച്ചോ. ഇതിന്റെ കേസിൽ നെറ്റ്വർക്ക് എയുടേത് നമുക്ക് എങ്ങനെ എഴുതാം? H11A, H12A, H21A, H22A പ്ലസ് എന്തായിട്ട് എഴുതാം? H11B, H12B, H21B, H22B. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ പോലെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? അതിന്റെ കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്ത് വരും, മെട്രിക്സിന്റെ ആഡ് ചെയ്ത് വരും. ഈ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ഇതേ പ്ലസ് ഇതായിട്ട് വരും. ഇക്വേഷൻസ് ആയിട്ട് എഴുതുകയാണ്. ഇത് വരും H11 ഈക്വൽ ടു H11A പ്ലസ് H11B, H21 ഈക്വൽ ടു H21A പ്ലസ് H21B, H12 ഈക്വൽ ടു H12A plus H12B. Similarly, H22 equal to H22A plus H22B. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ഇക്വലന്റ് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ആ കണക്ഷൻ വരയ്ക്കണം, അതുപോലെ പാരാമീറ്റർ ഏതാണ് മാർക്ക് ചെയ്യണം, അതിന്റെ ഓവറോൾ സമ്മായിട്ട് എഴുതണം, എന്നിട്ട് അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതിയിട്ട് ആ ഇക്വേഷൻസ് ആയിട്ട് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ സീരീസ് പാരലൽ കണക്ഷനിൽ we use H പാരാമീറ്റർ, അതിന്റെ സം ആയിട്ട് വരും. ഇനി ലാസ്റ്റ് വൺ കാസ്കേഡ് കണക്ഷൻ. ആയിട്ടുള്ള കണക്ഷനാണ്. കാസ്കേഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ സിസ്റ്റം 1 ഒരു വേറൊരു സിസ്റ്റം 2 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കാസ്കേഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതാണ് വി കോൾ ഇറ്റ് ആസ് കാസ്കേഡ് കണക്ഷൻ. ഓക്കെ, ഇപ്പൊ രണ്ട് നെറ്റ്വർക്ക് നമ്മളോട് വരയ്ക്കാണ്. ഇന്റർ കണക്ഷൻ എളുപ്പമാണ്. ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് എ,
4 ടെർമിനല്. അതുപോലെ നെറ്റ്വർക്ക് ബി ഈസ് ഓൾസോ ഹാവിങ് 4 terminals, 2 ports, കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദിസ് ഈസ് കാസ്കേഡ് കണക്ഷൻ. ഇപ്പൊ കാസ്കേഡ് കണക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ Z യൂസ് ചെയ്തു, Y യൂസ് ചെയ്തു, H യൂസ് ചെയ്തു. കാസ്കേഡ് എന്തായിരിക്കും? ABCD. വെരി ഗുഡ്. ABCD പാരാമീറ്റർ ആയിരിക്കും കാസ്കേഡ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കാസ്കേഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ABCD ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇതിന്റെയും ABCD പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഓവറോൾ സപ്പോസ് ഇതിന്റെ നെറ്റ്വർക്ക് എ ആണെങ്കിൽ A1, B1, C1, D1 എന്ന് കൊടുത്തു. സെക്കൻഡ് A2, B2, C2, D2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഓവറോൾ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ABCD. ABCD ഇസ് ദ ഓവറോൾ ആണെങ്കിൽ ഓവറോൾ സിസ്റ്റത്തിന്റെ കാസ്കേഡ് ഇന്റർകണക്ഷൻസ് അതിന്റെ ABCD വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓർത്തോണം. ഇതിന്റെ A1, B1, C1, D1 പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. A2, B2, C2, D2. ഓക്കെ, ഇതാണ് കാസ്കേഡ് ഇന്റർകണക്ഷൻ വരുന്നത്. ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ Z പാരാമീറ്റർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ട്രാൻസ്മിഷൻ പാരാമീറ്ററിന്റെ നെയിം വരാനുള്ള റീസൺ ഒക്കെ പറഞ്ഞായിരുന്നു. അത് ഇതുപോലത്തുള്ള ട്രാൻസ്ഫോമേഴ്സിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ ലൈൻസിലാണ് നമ്മൾ ഈ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കേസിൽ നമ്മൾ 2 port നെറ്റ്വർക്ക് എടുക്കുമ്പോഴത്തേക്ക് ഒരു നെറ്റ്വർക്ക് എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കൺവെൻഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് V1 വോൾട്ടേജ്, ഔട്ട്പുട്ട് V2, I1, I2. അപ്പൊ I1 എൻറ്ററിങ് ആണ്, I2 എൻറ്ററിങ് ആണ്. അപ്പൊ നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ I2 നമുക്ക് ഈ ഡയറക്ഷനിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു -I2 വരുന്നത് ആ മെട്രിക്സിനകത്ത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് അതിന്റെ കാസ്കേഡ് ഇന്റർകണക്ഷൻ. കാസ്കേഡ് ഇന്റർകണക്ഷൻ വരുമ്പോഴത്തേക്ക് ആ കറസ്പോണ്ടിങ് ABCD പാരാമീറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ കേസിൽ I1, I2 ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അതും കൂടെ മാർക്ക് ചെയ്തേക്കണം. V1 വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്തേക്കണം. ഇതാണ് 4 ഇന്റർകണക്ഷൻസ് ഓഫ് 2 port നെറ്റ്വർക്ക്. ഇത് ഏതെങ്കിലും രണ്ടെണ്ണം നോർമലി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇന്റർകണക്ഷൻസ് ഓഫ് 2 port നെറ്റ്വർക്കും ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ സിലബസിനകത്താണെങ്കിൽ ഇന്റർകണക്ഷനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രോബ്ലംസ് ചോദിക്കാൻ നേരത്ത് നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇന്റർകണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഇന്റർകണക്ഷൻ വെച്ചിട്ട് ഏത് പാരാമീറ്റർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചത് നെറ്റ്വർക്ക് സർക്യൂട്ട് തിയറിയിൽ 2 port നെറ്റ്വർക്കിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇന്റർകണക്ഷൻസ് ഓഫ് 2 port നെറ്റ്വർക്ക്. അത് 4 ടൈപ്സ് നമുക്ക് ഇന്റർകണക്ട് ചെയ്യാം. സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, സീരീസ് പാരലൽ കണക്ഷൻ, കാസ്കേഡ് കണക്ഷൻ. സീരീസ് കണക്ഷൻ ഈ രീതിയിലാണ് സീരീസ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ Z പാരാമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഓവറോൾ ഇന്റർകണക്ഷൻ സിസ്റ്റത്തിന്റെ Z പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സം ഓഫ് ഇൻഡിവിജ്വൽ Z പാരാമീറ്റർ മെട്രിക്സിന്റെ സം ആയിരിക്കും വരുന്നത്. സെക്കൻഡ് പാരലൽ കണക്ഷൻ. പാരലൽ മീൻസ് നമ്മൾ Y പാരാമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന്റെ പാരലൽ കണക്ഷൻ ഇങ്ങനെയാണ്. നോർമലി പാരലൽ കണക്ട് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നെറ്റ്വർക്ക് എയുടേത് YAയും നെറ്റ്വർക്ക് ബിയുടെ YB ആണെങ്കിൽ ആ ഓവറോൾ സിസ്റ്റത്തിന്റെ Y എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സം ആയിട്ട് വരും, കറസ്പോണ്ടിങ്ങിന്റെ സം ആയിട്ട് വരും. നെക്സ്റ്റ് സീരീസ് പാരലൽ കണക്ഷൻ. ഇപ്പോൾ ഇൻപുട്ട് സീരീസ് ആയിട്ടും ഔട്ട്പുട്ട് പാരലൽ ആയിട്ടും കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ H പാരാമീറ്റർ ആണ് വരുന്നത്. H പാരാമീറ്റർ ഓവറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിന്റെ H പാരാമീറ്ററിന്റെ സം ആയിട്ട് വരും. ഓക്കെ, ലാസ്റ്റ് വൺ കാസ്കേഡ് കണക്ഷൻ. കാസ്കേഡ് കണക്ഷനകത്ത് ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ABCD പാരാമീറ്റർ ആണ്. അത് ഓർത്തോണം, ABCD പാരാമീറ്റർ ആണ്. ഇപ്പോൾ സപ്പോസ് നെറ്റ്വർക്ക് എയുടെ ABCD പാരാമീറ്റർ A1, B1, C1, D1 നെറ്റ്വർക്ക് ബിയുടെ A2, B2, C2, D2 ആണെങ്കിൽ ഓവറോൾ ഇന്റർകണക്ഷൻ സിസ്റ്റത്തിന്റെ ABCD എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇതുപോലത്തുള്ള പ്രോബ്ലം ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.